റിസർജൻസ്, പുനരുത്ഥാനം. അങ്ങനെയായിരുന്നു KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പിന് നൽകിയ പേര്. KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പിൻ്റെ തെക്കൻ മേഖലാ ക്യാമ്പ് തിരുവനന്തപുരത്ത് നെയ്യാറിൽ വെച്ച് നടക്കുകയാണ്. മെയ് 24, 25, 26 എന്നീ തീയതികളാണ് ഈ പരിപാടി നടക്കുന്നത്. ഇന്ന് 26 ഇന്ന് ഉച്ചയോടെ സമാപനം എന്ന രീതിയിലാണ് 3 ദിവസത്തെ പരിപാടി അവിടെ നെയ്യാറിൽ ആരംഭിച്ചത്. പക്ഷേ പുനരുത്ഥാനത്തിന് വേണ്ടി തുടങ്ങിയ ക്യാമ്പിനകത്തുനിന്നും പുറത്തു വരുന്ന വാർത്തകൾ പുനരുത്ഥാനത്തിൻ്റെ അല്ല, അടിപിടിയുടെയും തല്ലിൻ്റെയുമാണ്. മാത്രമല്ല അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിരിക്കുകയാണ്, ചർച്ചയായിരിക്കുകയാണ്, വാർത്തയായിരിക്കുകയാണ്. നേരത്തെ ഇടുക്കിയിലും വെച്ചും ഇതുപോലൊരു റിസറൻസിന് പുനരുത്ഥാനത്തിന് ഒരു ക്യാമ്പ് നടന്നിരുന്നു. ആ പുനരുത്ഥാനത്തിൻ്റെ ക്യാമ്പിനകത്ത് നടന്ന പ്രശ്നങ്ങൾ ഇങ്ങ് തെക്കൻ മേഖല തിരുവനന്തപുരത്തോട് എത്തിയിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കിയിലെ ക്യാമ്പിനകത്താണെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും ശക്തമായിട്ട് വിമർശിക്കുന്നതിലുള്ള പ്രസംഗങ്ങളും മറ്റ് ചർച്ചകളും അവിടെ വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ വഴക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ വഴക്ക് ഇവിടെ തമ്മിൽ തല്ലിലേക്കും പൊട്ടിത്തെറിലേക്കും മാറിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എന്തായാലും KSUവിൻ്റെ പുനരുത്ഥാനത്തിന് വേണ്ടി, റിസർജൻസിന് വേണ്ടി നടത്തിയ ക്യാമ്പിനകത്ത് ഇപ്പോൾ KSU വീണ്ടും താഴോട്ട് പോയിരിക്കുകയാണ്. KSUവിനെ ഇനിയും പുനരുത്ഥാനം ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ദൃശ്യങ്ങൾക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഇത് അടി നടന്നിട്ടില്ലെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും വഴക്കിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കോൺഗ്രസ്സുകാരുടെ, കുട്ടി കോൺഗ്രസ്സുകാരുടെ തമ്മിൽ തല്ലിനെ കുറിച്ച് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പഠന ക്യാമ്പിനിടെ KSU പ്രവർത്തകർ തമ്മിൽ തല്ലി. നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന പഠന ശിബിരത്തിനിടെയാണ് KSU പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഘർഷം. സംഭവത്തെ തുടർന്ന് ക്യാമ്പ് നിർത്തിവെക്കാൻ KPCC നേതൃത്വം നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ക്യാമ്പിന് പുറത്തെ ചില വിഷയങ്ങൾ സംബന്ധിച്ച് നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് പ്രവർത്തകർ തമ്മിൽ അടി ഉണ്ടായതെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായ റിപ്പോർട്ടുണ്ട്. മാത്രമല്ല പരിക്കേറ്റ ആ KSUവിൻ്റെ പ്രവർത്തകൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും ഈ വാർത്തയ്ക്കകത്ത് മാതൃഭൂമി പറയുന്നുണ്ട്. മാത്രമല്ല ഇതിനെക്കുറിച്ച് ഇതുവരെ സംഭവം നടന്ന നെയ്യാർ ഡാമിൻ്റെ പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ ഒരു പരാതി ലഭിച്ചിട്ടില്ല. പോലീസ് ഇതുവരെ ആക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ക്യാമ്പിൽ വാക്ക് തർക്കവും കയ്യാങ്കളി നടന്നതായി KSU നേതൃത്വം അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആർക്കെങ്കിലും പരിക്കേറ്റോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ സ്ഥിരീകരണം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തുടർ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ക്യാമ്പ് നിർത്തിവെക്കാനും കൂടെ KPCC നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും, മാതൃഭൂമിയായാലും ഏഷ്യാനെറ്റായാലും റിപ്പോർട്ടറായാലും എല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSU നേതൃത്വം അവിടെ കയ്യാങ്കളിയും അടിപിടി ഉണ്ടായെന്ന് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തത്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവെന്ന് പറയുന്ന ശ്രീദേവ് എസ് സോമൻ എന്ന വ്യക്തിയുണ്ട്. അദ്ദേഹമാണെങ്കിൽ കോൺഗ്രസിന് വേണ്ടി സൈബിടങ്ങളിൽ കാര്യമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണെങ്കിൽ പുറത്തുവിട്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ അടിപിടിയെ നടന്നിട്ടിരുന്നതാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം അവിടെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. ഗാനമേളയുടെ സമയത്ത് ഒരു വ്യക്തി, ഒരു സ്റ്റുഡൻറ്റ്, ഒരു വിദ്യാർത്ഥി മറിഞ്ഞു വീഴുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പരിക്കേറ്റത്, അല്ലാതെ വേറെ ഒരു അടിപിടി അവിടെ നടന്നിട്ടില്ലെന്നാണ് ശ്രീദേവ് എസ് സോമൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ ഈ KSUവിൻ്റെ കയ്യാങ്കളെക്കുറിച്ച് നടന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായിട്ട് നൽകിയിട്ടുള്ള. അവിടെ ഒരു അടിപിടി നടന്നില്ല. പക്ഷേ KSUവിൻ്റെ സംസ്ഥാന നേതൃത്വം പറയുന്നുണ്ട് അവിടെ കയ്യാങ്കളി നടന്നിട്ടുണ്ട്. മാത്രമല്ല ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിട്ടും കോൺഗ്രസ്സുകാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയ്യാങ്കളി നടന്നിട്ടില്ല. ഗാനമേളക്കടെ ഒരാൾ തെന്നി വീണതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് പരിക്കേറ്റു, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിനെല്ലാം തള്ളിക്കൊണ്ട് ഇപ്പോൾ KPCC ഇതിനെ അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 3 അംഗ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കമ്മീഷനകത്ത് പഴകുളം മധു, MM നസീർ, AK ശശി എന്നിവരാണ് അംഗങ്ങൾ. ഞായറാഴ്ച വൈകുന്നേരത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ കമ്മീഷന് KPCC നൽകിയ നിർദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണവും KPCC പ്രഖ്യാപിച്ചു കഴിയും. എന്തൊക്കെയായാലും വിദ്യാർത്ഥി കോൺഗ്രസിനെ, കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന KSUവിനെ പുനരുത്ഥാനം ചെയ്യാൻ വേണ്ടി നടത്തിയ സംസ്ഥാന ക്യാമ്പിനകത്ത്
അടി നടന്നിരിക്കുകയാണ്. അടിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷണ കമ്മീഷനെ കൂടി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുകയാണ്. 3 അംഗ കമ്മീഷനാണ്. എന്തൊക്കെയാലും അടി നടന്നു, അടിയുടെ ദൃശ്യം പുറത്തു വന്നു, ചോരതളം കെട്ടിക്കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. പക്ഷേ അടിയൊന്നും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസിന്റെ സൈബർ പോരാളികൾ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അടി നടന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് 3 അംഗ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാലും അതിന് റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് റിപ്പോർട്ട് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എന്തായാലും ഇവർ തീരുമാനമായിട്ടില്ല. പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും തമ്മിൽ തല്ലുമാണ് ഈ കയ്യാങ്കളിക്ക് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. നേരത്തെ ഇടുക്കി നടന്ന ക്യാമ്പിനകത്ത് നടന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. സംസ്ഥാന അധ്യക്ഷനെ KPCC അധ്യക്ഷൻ K. സുധാകരനെ പ്രതിപക്ഷ VD സതീശനെ ശക്തമായി വിമർശിക്കുന്ന ആ യോഗത്തിനുണ്ടായിരുന്നു. അവിടുന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നെയ്യാർ വരെ എത്തിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മറ്റു കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരത്തുള്ളൂ. എന്തൊക്കെയായാലും ഇന്ന് തീരേണ്ട ക്യാമ്പായിരുന്നു. ആ ക്യാമ്പ് നിർത്തിവെക്കാനാണ് ഇപ്പോൾ KPCC നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. പുനരുദ്ധാനം KSUവിൻ്റെ പുനരുദ്ധാനം തൽക്കാലത്തേക്ക് KPCC തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്.